നമസ്കാരം. ക്യാൻസർ എന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, പുതിയൊരു പോരാട്ടത്തിൻ്റെ തുടക്കമാണ്. മൈലോമ ചികിത്സയിൽ നിരവധി അത്ഭുതകരമായ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യാശ നൽകുന്ന ആ ചികിത്സാ രീതികളെക്കുറിച്ച് സംസാരിക്കാൻ ആലുവ രാജഗിരി ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ റോയ് ജെ പാലാട്ടി നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ. നമ്മൾ പണ്ട് ക്യാൻസർ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമാണ് മുടി കൊഴിച്ചൽ, അതുപോലെ വലിയ ക്ഷീണം എന്നിവയൊക്കെ. ഈ മൈലോമ ചികിത്സയിൽ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ചികിത്സയുടെ ഭാഗമായിട്ട്? മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ പൊതുവെ കുറവാണോ? അതെ, മൈലോമ ഒരു 90കളുടെ തുടക്കം വരെ അല്ലെങ്കിൽ 2000കളുടെ തുടക്കം വരെ മൈലോമ ചികിത്സയും ഇതിന് സമാനമായ കീമോതെറാപ്പി, അതായത് നമ്മുടെ മുടി കൊഴിച്ചിലും വായിൽ തൊലിപോക്കും ഒക്കെയുള്ള കീമോതെറാപ്പി കൊണ്ട് തന്നെയായിരുന്നു മൾട്ടിപ്പിൾ മൈലോമയുടെയും ചികിത്സ. എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചു, പുതിയ മരുന്നുകൾ വന്നു. മൾട്ടിപ്പിൾ മൈലോമയിൽ ഒരുപാട് പുതിയ മരുന്നുകൾ വന്നു. പ്രോട്ടിയോസോം ഇൻഹിബിറ്റർ എന്നൊക്കെ പറയുന്ന ഗണത്തിൽപ്പെടുന്ന ബോർട്ടിസോമിബ്, ഇമ്മ്യൂണോ മോഡുലേറ്റർ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ലെനാലിഡോമൈഡ്, ഈ പറഞ്ഞ മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇന്ന് മൾട്ടിപ്പിൾ മൈലോമ ചികിത്സിക്കുന്നത്. ഈ മരുന്നുകളുടെ ഒരു പ്രധാന ഗുണം, ഇവർക്ക് ഈ പറഞ്ഞ പാർശ്വഫലങ്ങളില്ല. മുടി കൊഴിച്ചിലുണ്ടാവില്ല, ഛർദിലുണ്ടാവില്ല, വായിലെ തൊലിപോക്ക് ഉണ്ടാവില്ല. സാധാരണ ഒരു ദൈനംദിന ജീവിതത്തോടൊപ്പം തന്നെ എടുക്കാവുന്ന ഒരു ചികിത്സ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മൈലോമ ചികിത്സ മാറിക്കഴിഞ്ഞു. പിന്നെ ഒരുപാട് പുതിയ മരുന്നുകൾ മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സയിൽ വന്നിട്ടുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി, ബൈസ്പെസിഫിക്സ്, കാർ ടീസെൽ തെറാപ്പി, ഇവയൊക്കെ മൾട്ടിപ്പിൾ മൈലോമ ചികിത്സയിൽ ഇന്ന് ലഭ്യമാണ്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പിയെ കുറിച്ച് ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സാധാരണ കീമോതെറാപ്പിയുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇമ്മ്യൂണോതെറാപ്പിക്കുള്ള പ്രത്യേകത? ഇമ്മ്യൂണോതെറാപ്പി പറഞ്ഞ പോലെ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ ഒരു മരുന്നാണ് ക്യാൻസർ ചികിത്സയിൽ. മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ അത് ഒരു തരം കെമിക്കലാണ്. അത് നമ്മുടെ സെല്ലുകളെ നശിപ്പിച്ച് കളയുന്ന ഒരു തരം കെമിക്കലാണ്. കൂടുതലായിട്ടും ക്യാൻസർ കോശങ്ങളിൽ പ്രവർത്തിക്കുമെങ്കിലും നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളായ നമ്മുടെ ചർമ്മം, വായ്ക്കുള്ളിലെ തൊലി, മുടി, ഇവയിലൊക്കെ അതിന്റെ പാർശ്വഫലങ്ങൾ കാണാറുണ്ട്. കാരണം ആ മരുന്നുകൾക്ക് ക്യാൻസർ കോശം ഏതാ, നല്ല കോശം ഏതാ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇല്ല. അത് കെമിക്കലുകളാണ്. എന്നാൽ ഇമ്മ്യൂണോതെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മരുന്നുകൾ ചെയ്യുന്നത്, ക്യാൻസർ കോശങ്ങളുടെ പുറത്തുള്ള ചില പ്രോട്ടീനുകളിൽ മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രോട്ടീൻ ഇല്ലാത്ത നല്ല കോശങ്ങൾ അല്ലെങ്കിൽ നോർമൽ കോശങ്ങളിൽ ആ മരുന്നുകൾക്ക് പ്രവർത്തനമില്ല. അതുകൊണ്ട് തന്നെ അവയുടെ പാർശ്വഫലങ്ങളും കുറവാണ്. ക്യാൻസർ ഉള്ള കോശങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസറിനെ ഉന്മൂലനം ചെയ്യാൻ വളരെ എഫക്റ്റീവായ ഒരു മാർഗം കൂടിയാണ് ഇമ്മ്യൂണോതെറാപ്പി. മൾട്ടിപ്പിൾ മൈലോമയിലും ഇന്ന് ഇമ്മ്യൂണോതെറാപ്പി ലഭ്യമാണ്. ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വിഭാഗം മരുന്നാണ് ഇമ്മ്യൂണോതെറാപ്പി. കുറച്ചു കാലം മുന്നേ വരെ ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം ലഭ്യമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലും ഈ ഇമ്മ്യൂണോതെറാപ്പി മരുന്നുകൾ ലഭ്യമാണെന്നുള്ളത് വളരെ സന്തോഷകരമാണ്. മൈലോമ രോഗികൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയുമാണ്. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ, ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. പക്ഷേ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ഇതൊരു ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ സർജറി ആണ് എന്ന് ഭയക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ എന്താണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്? ട്രാൻസ്പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ ഒരു ശസ്ത്രക്രിയ എന്ന് തെറ്റിദ്ധരിക്കും. അത് ഒരു പരിധി വരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആയാലും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയാലും ലിവർ ട്രാൻസ്പ്ലാന്റ് ആയാലും എല്ലാം ശസ്ത്രക്രിയകളാണ്. ഇപ്പോൾ സ്വാഭാവികമായും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. എന്നാൽ ഇതൊരു ശസ്ത്രക്രിയയല്ല. നമ്മുടെ സ്റ്റെം സെല്ലുകൾ അഥവാ മൂലകോശങ്ങൾ നമ്മുടെ മജ്ജയിലാണുള്ളത്. ആ മൂലകോശങ്ങളെ മാറ്റിവെക്കുന്ന ഒരു തരം ചികിത്സാ രീതിയാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. ഇത് രോഗിയുടെ സ്വന്തം മൂലകോശങ്ങൾ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും, ഒരു ദാതാവിന്റെ അല്ലെങ്കിൽ ഡോണറിന്റെ മൂലകോശങ്ങൾ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. സ്വന്തം മൂലകോശങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന അസുഖങ്ങളാണ് മൾട്ടിപ്പിൾ മൈലോമ, ലിംഫോമ എന്നിവ. ദാതാവിന്റെ മൂലകോശം ഉപയോഗിച്ച് ചെയ്യുന്ന അസുഖങ്ങളാണ് ലുക്കീമിയ പറയുന്ന ഗണത്തിൽപ്പെടുന്ന ബ്ലഡ് ക്യാൻസർ. മൾട്ടിപ്പിൾ മൈലോമ ചികിത്സയുടെ ഒരു പ്രധാന ഘടകമാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് അഥവാ ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്, അതായത് സ്വന്തം മൂലകോശം ഉപയോഗിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സയിൽ രോഗത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ രോഗത്തെ ഒരു ദീർഘകാലത്തേക്ക് നിയന്ത്രണാതീതമായി വെക്കാൻ ഇന്നത്തെ കാലത്ത് ഈ ഇമ്മ്യൂണോതെറാപ്പിയും ഞാൻ പറഞ്ഞ മറ്റ് മരുന്നുകളും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും എഫക്റ്റീവായ അല്ലെങ്കിൽ ഏറ്റവും ഫലം തരുന്ന ചികിത്സാ രീതിയാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് അഥവാ ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. രോഗിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് സ്റ്റെം സെല്ലിനെ മജ്ജയിൽ നിന്ന് ബ്ലഡിലേക്ക് പുറത്തെടുക്കുകയും ആ സ്റ്റെം സെല്ലിനെ ഒരു ബ്ലഡ് ഡൊണേഷന് സമാനമായ പ്രൊസീജിയറിലൂടെ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷന് സമാനമായ ഒരു പ്രക്രിയയിലൂടെ നമ്മൾ ആദ്യം ശേഖരിച്ചു വെക്കുകയും ചെയ്യും. അതിനുശേഷം
ഹൈഡോസ് കീമോതെറാപ്പി കൊടുത്ത് രോഗിയുടെ ശരീരത്തിൽ നിന്ന് മൾട്ടിപ്പിൾ മൈലോമയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്തതിന് ശേഷം ആ സ്റ്റെം സെല്ലുകൾ നമ്മൾ രോഗിയുടെ ശരീരത്തിലേക്ക് തിരിച്ചിടും. ആ സ്റ്റെം സെല്ലുകൾ വളർന്ന് രോഗവിമുക്തമായ അല്ലെങ്കിൽ മൈലോമ ഇല്ലാത്ത ഒരു മജ്ജയെ പുനർജീവിപ്പിക്കുകയാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ റിസ്ക് കുറഞ്ഞ ഒരു പ്രൊസീജിയറാണ്, ഒരു ഓപ്പറേഷൻ അല്ല. രോഗിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. അതുകൊണ്ട് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിനെ ഒരിക്കലും ഭയത്തോടെ കാണരുത്. മൾട്ടിപ്പിൾ മൈലോമ ചികിത്സയിൽ ഇത് അനിവാര്യമായ ഒരു ഘടകമാണെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. കാർട്ടി സെൽ തെറാപ്പി രാജഗിരിയിലെ നിരവധി രോഗികൾക്ക് വിജയകരമായി നടത്തിയിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് കാർട്ടി സെൽ തെറാപ്പി? കാർട്ടി സെൽ തെറാപ്പി ഒരു പുതിയ ക്യാൻസർ ചികിത്സാ രീതിയാണ്. നമ്മൾ കേട്ടുപഴകിയ ക്യാൻസർ ചികിത്സാ രീതി കീമോതെറാപ്പിയാണ്. അത് ഒരു കെമിക്കൽ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ്. ആ കെമിക്കലിന് ക്യാൻസർ കോശങ്ങൾ ഏതാണ്, നല്ല കോശങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ അത് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും. പിന്നീട് വന്ന ഒരു വ്യത്യസ്തമായ കെമിക്കലാണ് ഇമ്മ്യൂണോതെറാപ്പി. ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാൻ പറ്റും, എന്നാലും അത് കെമിക്കൽ തന്നെയാണ്. കാർട്ടി സെൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ രോഗിയുടെ സ്വന്തം രോഗപ്രതിരോധ ശേഷിയുടെ കോശങ്ങളായ ടി സെല്ലുകളെ ഉപയോഗിച്ചുള്ള ഒരു ചികിത്സാ രീതിയാണ്. നമ്മുടെ ശരീരത്തിൽ എല്ലാ ദിവസവും ക്യാൻസർ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ സെല്ലുകൾ വിഭജിക്കുമ്പോൾ അതിന്റെ ഭാഗമായി വരുന്ന ചില ജനിതക വ്യതിയാനങ്ങൾ കൊണ്ട് ക്യാൻസർ കോശങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ദിനം പ്രതി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയുകയും അവ ഒരു ക്യാൻസറിലേക്ക് പുരോഗമിക്കുന്നതിന് മുമ്പ് അവയെ ഉന്മൂലനം ചെയ്യുകയുമാണ് ഈ ടി സെല്ലുകളുടെ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ടുള്ള കർത്തവ്യം. ഈ കർത്തവ്യത്തിൽ നിന്ന് ടി സെല്ലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ക്യാൻസർ കോശങ്ങൾ ഒരു മാർഗം കണ്ടെത്തുമ്പോഴാണ് ഒരു രോഗിക്ക് ക്യാൻസർ വരുന്നത്. നമ്മൾ ഈ കാർ ടി സെൽ തെറാപ്പിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രോഗിയുടെ ടി സെല്ലുകളെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. ആ ടി സെല്ലുകളിൽ ചില ജനിതകമായ വ്യതിയാനങ്ങൾ വരുത്തുന്നു. ആ വ്യതിയാനങ്ങൾ വരുത്തുന്നതിലൂടെ ആ ടി സെല്ലുകൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്യാൻസറിന് അല്ലെങ്കിൽ ഒരു തരം ക്യാൻസറിനെതിരെ പ്രവർത്തിക്കാനുള്ള ശക്തി കൂടുന്നു. അപ്പൊ ഈ ടി സെല്ലുകളിൽ ഈ ജനിതക വ്യതിയാനങ്ങൾ വരുത്തിയതിനു ശേഷം നമ്മൾ രോഗിയിലേക്ക് ആ ടി സെല്ലുകൾ തന്നെ തിരിച്ചു കയറ്റി വിടുകയാണ്. അത് രോഗിയുടെ തന്നെ സെല്ലുകൾ ആയതുകൊണ്ട് രോഗി അതിനെ റിജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാനോ ഉള്ള സാധ്യത കുറവാണ്. ആ ടി സെല്ലുകൾ പോയി ക്യാൻസർ കോശങ്ങളെ മാത്രം നശിപ്പിച്ചു കളയുകയും വേറെ അവയവങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് കാർ ടി സെൽ തെറാപ്പി. മൾട്ടിപ്പിൾ മൈലോമയിലും കാർ ടി സെൽ തെറാപ്പി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കാർ ടി സെൽ തെറാപ്പി മൈലോമയ്ക്ക് വേണ്ടി വളരെ ഈസിലി അല്ലെങ്കിൽ വളരെ സുലഭമായി ലഭ്യമാണ്. എന്നാൽ ഇന്ത്യയിൽ കാർ ടി സെൽ തെറാപ്പി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്നു തുടങ്ങിയത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 2016-ലും 2017-ലും തുടങ്ങിയ ചികിത്സാ രീതി ആദ്യമായി ഇന്ത്യയിൽ വന്നത് 2023 ഡിസംബറിലാണ്. ലിംഫോമ, ലുക്കീമിയ എന്ന രോഗങ്ങൾക്കാണ് കാർ ടി സെൽ തെറാപ്പി ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത്. മൾട്ടിപ്പിൾ മൈലോമയിലെ കാർ ടിക്ക് വേണ്ടിയിട്ടും ഒരുപാട് പഠനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ മൾട്ടിപ്പിൾ മൈലോമ എന്ന അസുഖത്തിനും കാർ ടി സെൽ തെറാപ്പി ലഭ്യമാവും. ഇത് രോഗികൾക്ക് വളരെ സന്തോഷം തരേണ്ട ഒരു വാർത്തയാണ്. കാരണം 4-5 പ്രാവശ്യം മൾട്ടിപ്പിൾ മൈലോമ തിരിച്ചു വന്ന വളരെ വിരലിലെണ്ണാവുന്ന ശതമാനം കണക്കിലുള്ള രോഗികൾക്കേ അങ്ങനെ വരുന്നുള്ളൂ. അങ്ങനെ വരുന്നവർക്ക് ബാക്കി ചികിത്സാ രീതികൾ അത്ര ഫലപ്രദമല്ല അല്ലെങ്കിൽ അധികം എഫക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഈ ഗണത്തിൽപ്പെടുന്ന രോഗികൾക്ക് പോലും വളരെ നല്ല റിസൾട്ട് തരുന്ന അല്ലെങ്കിൽ രോഗം മാറ്റാൻ കഴിവുള്ള ഒരു ചികിത്സാ രീതിയാണ് കാർ ടി സെൽ തെറാപ്പി. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്നുള്ളത് വളരെ സന്തോഷജനകമാണ്. സർ, അതുപോലെ ഇപ്പോൾ മൈലോമ ക്യാൻസർ ചികിത്സയിൽ എപ്പോൾ ഈ രോഗം ഭേദമായി എപ്പോൾ നമുക്ക് ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും? വിശ്രമം ആവശ്യമുള്ളതാണോ? ഈ ഒരു സാഹചര്യത്തിൽ കാർ ടി സെൽ തെറാപ്പി മാത്രമല്ല, മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള ഒരു അസുഖത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇതൊരു ജീവിതത്തിന്റെ അവസാനമാണ്, ഒരിക്കലും നമുക്ക് പഴയൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ രോഗികൾക്കിടയിൽ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ചിന്താഗതിയാണത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സ ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു. പണ്ടത്തെ പോലെ അഡ്മിറ്റ് ചെയ്തുള്ള ചികിത്സയോ അല്ലെങ്കിൽ ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന ചികിത്സയോ ഒന്നും മൾട്ടിപ്പിൾ മൈലോമയ്ക്ക് ആവശ്യമില്ല. മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സയും നമ്മുടെ ജോലിയും അല്ലെങ്കിൽ ബാക്കി ജീവിതശൈലിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നും മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളില്ലാതെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വരും. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വലിയ വ്യത്യാസങ്ങളില്ലാതെ മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സയും ഒപ്പം തന്നെ നമ്മുടെ ദൈനംദിന ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും.
മൾട്ടിപ്പിൾ മൈലോമയുടെ ചികിത്സ കഴിഞ്ഞാൽ, ചികിത്സയുടെ ദൈർഘ്യം 6 മാസം മുതൽ 9 മാസം വരെ ആയിരിക്കാം. ചികിത്സ കഴിഞ്ഞാൽ ഏകദേശം ഒരു നോർമൽ ആളെ പോലെ അല്ലെങ്കിൽ സാധാരണ വ്യക്തിയെ പോലെ സാധാരണ ഒരു ജീവിതം നയിക്കാൻ മൾട്ടിപ്പിൾ മൈലോമ രോഗികൾക്ക് സാധിക്കും. സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് വളരെ ഭീതി ജനിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. അത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പഴയ ഒരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയും രോഗികൾക്കിടയിൽ സ്ഥിരമായിട്ടുണ്ട്. എന്നാൽ മൾട്ടിപ്പിൾ മൈലോമയ്ക്ക് വേണ്ടി ചെയ്യുന്ന സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഒരു 1-2 മാസത്തെ റെസ്റ്റിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു മടങ്ങാൻ പറ്റും. ജീവിതകാലം മുഴുവൻ മരുന്നുകളോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ജീവിത നിയന്ത്രണങ്ങളോ ഒന്നും സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റിൽ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് കാർട്ടിസെൽ തെറാപ്പിയുടെ കാര്യം. കാർട്ടിസെൽ തെറാപ്പിയും 1-2 മാസം കാർട്ടിസെൽ തെറാപ്പി കഴിഞ്ഞ് വേണ്ടി വരുന്ന ഒരു മിനിമലായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ കുറച്ച് വിരലിലെണ്ണാവുന്ന മരുന്നുകളും വിശ്രമവും കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് രോഗികൾക്ക് മടങ്ങാൻ പറ്റും. ജീവിതകാലം മുഴുവനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനുള്ള ജീവിതശൈലി നിയന്ത്രണങ്ങളോ ഒന്നും കാർട്ടിസെൽ തെറാപ്പിയിലും ആവശ്യമില്ല. ക്യാൻസർ രോഗികൾ ഭക്ഷണത്തിൽ വലിയ നിയന്ത്രണങ്ങളൊക്കെ വേണം എന്ന് ഒരു പൊതുസമൂഹത്തിലൊരു ധാരണയുണ്ട്. ഇപ്പോൾ മൈലോമ ബാധിച്ച രോഗികൾ ഭക്ഷണ നിയന്ത്രണത്തിൽ അത്തരത്തിലൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ടോ? ക്യാൻസർ രോഗികൾ പാലിക്കേണ്ട ഭക്ഷണക്രമത്തെക്കുറിച്ചും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. മൾട്ടിപ്പിൾ മൈലോമ എന്നൊരു ക്യാൻസറിൽ അല്ലെങ്കിൽ ഈ ഒരു രോഗാവസ്ഥയിൽ പ്രത്യേകിച്ചൊരു ഭക്ഷണക്രമം പാലിക്കണം, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കണം എന്നൊരു ഭക്ഷണക്രമമില്ല. ഏതൊരു ചികിത്സാ രീതിയും പോലെ ഞാൻ പറഞ്ഞ ഇപ്പൊ ബാക്കി കീമോതെറാപ്പി പോലെ മൾട്ടിപ്പിൾ മൈലോമ എന്നുള്ള ചികിത്സയിൽ ഒരുപാട് ഛർദിയോ മുടികൊഴിച്ചിലോ ഒന്നും ഉണ്ടാക്കുന്നില്ല. എന്നാലും രോഗത്തിന്റെ ഭാഗമായിട്ടും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും രോഗിക്ക് വായിലെ രുചിത്തിരി കുറയും. സാധാരണ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതിനോടൊപ്പം ഒരുപാട് ഭക്ഷണ നിയന്ത്രണം കൂടി വെച്ചാൽ രോഗി ഒന്നും കഴിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും. ഒന്നും കഴിക്കാത്തൊരവസ്ഥയിനേക്കാളും രോഗി നല്ല പോഷകാഹാരം കഴിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രോഗിയാണ് റിക്കവറിക്ക് ആവശ്യം, അല്ലെങ്കിൽ രോഗം മാറാനും മരുന്നുകൾ ശരീരത്തിൽ പ്രവർത്തിക്കാനും ആവശ്യം. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങൾ, നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ചിക്കൻ കഴിക്കാം, മുട്ടയുടെ വെള്ള കഴിക്കാം, അല്ലെങ്കിൽ വെജിറ്റേറിയൻസിൽ പ്രോട്ടീൻ അടങ്ങുന്ന സോയ, പനീർ, പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ രോഗിക്ക് കഴിക്കാവുന്നതാണ്. ഒരു ഭക്ഷണവും കഴിക്കരുത് എന്ന് നമ്മൾ മൾട്ടിപ്പിൾ മൈലോമയിൽ പറയുന്നില്ല. എല്ലാ ഭക്ഷണവും കഴിക്കാം. ഭക്ഷണത്തിൽ നിന്നൊരു ഇൻഫെക്ഷൻ വരാതിരിക്കുക അല്ലെങ്കിൽ ഒരു അണുബാധ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ കഴിയുന്നതും പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഉടനെ വെച്ച് കഴിക്കുക, ഒരുപാട് നാള് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കുന്നത് ഒഴിവാക്കുക, പച്ചയായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കുക്ക് ചെയ്യാത്ത ഭക്ഷണങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഇതൊക്കെ അണുബാധ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങളാണ്. അല്ലാതെ ഇന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ട് ക്യാൻസർ കൺട്രോൾ ആവാതിരിക്കുകയോ അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ട് ക്യാൻസർ കൺട്രോൾ മെച്ചപ്പെടുകയോ ചെയ്യുന്നില്ല. എല്ലാ ഭക്ഷണവും കഴിക്കാം. ഭക്ഷണം അല്ലെങ്കിൽ പോഷകം മരുന്നുകളെ പോലെ തന്നെ അല്ലെങ്കിൽ മരുന്നുകളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് രോഗിയുടെ റിക്കവറിയിലും അല്ലെങ്കിൽ മരുന്നുകൾ ശരീരത്തിൽ ഫലിക്കുന്നതിനും ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ ഭക്ഷണത്തിൽ വലിയൊരു നിയന്ത്രണം മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗത്തിൽ ആവശ്യമില്ല. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ മൈലോമ ബാധിച്ച് ഭീതിപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന രോഗികളോട് ഡോക്ടർക്ക് പറയാനുള്ളത് എന്താണ്? മൈലോമ എന്നുള്ള രോഗത്തെ പേടിച്ചിരിക്കുന്നില്ല, ഭയന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഭയപ്പെടേണ്ട ഒരു രോഗമല്ല. നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. അല്ലെങ്കിൽ ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ്. ഇതിന്റെ ചികിത്സ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ചികിത്സ ഒരിക്കലും ഭയക്കരുത്. മറ്റൊരു അവസ്ഥ ഞാൻ കണ്ടിരിക്കുന്നത്, ഒരു പ്രായം കഴിഞ്ഞ ഇപ്പൊ 80 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് മൈലോമ കണ്ടുപിടിച്ചു. അപ്പൊ കുടുംബം വിധി എഴുതി, ഇത് 80 വയസ്സ് കഴിഞ്ഞു, ഇനിയിപ്പൊ ചികിത്സിച്ചിട്ട് എന്താ കാര്യം, ഇനി ചികിത്സയൊന്നും വേണ്ട, ആളെ ഒന്ന് സമാധാനത്തിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ആൾക്ക് ഇനി ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കണ്ട. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ മൈലോമയുടെ ചികിത്സ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. 80 വയസ്സിലും 90 വയസ്സിലും രോഗികൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന ചികിത്സയാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ചികിത്സ നിഷേധിക്കരുത്. അവരെയും ചികിത്സിച്ച് നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മറ്റൊരു തെറ്റിദ്ധാരണയാണ്, ഇത് എല്ലുകളിലേക്ക് പടർന്നു അല്ലെങ്കിൽ വൃക്കകളിലേക്ക് പടർന്നു, ഇനി ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. അതും ഒരു തെറ്റിദ്ധാരണയാണ്. ബാക്കി ക്യാൻസറുകൾ പോലെ ഒരു പരിധി വരെ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു ധാരണ വരാൻ കാരണം ഒരുപാട് ക്യാൻസറുകളിൽ അത് ശരിയാണ്. അതായത് ഇപ്പൊ നമുക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ വന്നു, അത് ബ്രെയിനിലേക്ക് പോയി, അല്ലെങ്കിൽ സ്റ്റേജ് 4 ഡിസീസായി, അതിന് പിന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. ഇതേ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതേ ഒരു ധാരണയാണ് മൾട്ടിപ്പിൾ മൈലോമയെ കുറിച്ചും ആൾക്കാർക്കുള്ളത്. അതായത് വേറൊരു സ്ഥലത്തേക്ക് പടർന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്നുള്ളത്.
എന്നാൽ മൾട്ടിപ്പിൾ മൈലോമയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പൊതുവെ ബ്ലഡ് ക്യാൻസറുകളുടെ കാര്യത്തിൽ ഈ ഒരു ധാരണ തെറ്റാണ്. അതിൽ സ്റ്റേജ് ഒരു ഘടകമല്ല. ഒരുപാട് സ്ഥലത്തേക്ക് പടർന്നു കഴിഞ്ഞാലും നമുക്കിത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ചികിത്സ നിഷേധിക്കരുത്. മൾട്ടിപ്പിൾ മൈലോമ നല്ല ചികിത്സയിലൂടെയും നല്ല ഭക്ഷണത്തിലൂടെയും പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലൂടെയും രോഗികളെ നോർമൽ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖമാണ്. നന്ദി ഡോക്ടർ, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചത്. മൈലോമയെ അതിജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒട്ടനവധി പേർ ഇന്ന് സമൂഹത്തിലുണ്ട്. ശരിയായ ചികിത്സയും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയും ഉണ്ടെങ്കിൽ മൈലോമയെ നമുക്ക് കീഴടക്കാനാകും. നന്ദി.